ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകും, നിങ്ങൾ ഓൾറെഡി തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റിംഗ് സ്കാമിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. വെച്ചാൽ ഇതിൽ ഇഷ്ടം പോലെ ആൾക്കാർ പോയി പെടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഒരു ഇൻവെസ്റ്റിംഗ് സ്കാമിനെ കുറിച്ചും, അതായത് പിന്നെ നോർമലി ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ത്രൂക്കെ ഇഷ്ടം പോലെ ഇൻവെസ്റ്റിംഗ് സ്കാം സംഭവമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊരു എന്താ പറയുക, ഈ ഒരു ന്യൂസ് അറിയിക്കാമെന്ന് വിചാരിച്ചാൽ ഇഷ്ടം പോലെ ആൾക്കാരുടെ 10 ലക്ഷം ചെറിയ എമൗണ്ട് ഒന്നല്ല പോകുന്നത്. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു ആഴ്ചയായിട്ട് അടുപ്പിച്ച് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക, എന്താ ചെയ്യേണ്ടത് ചോദിച്ചിട്ട് ഇപ്പോൾ അടുപ്പിച്ചാണ്. ഇപ്പോൾ സെയിം സാധനം തന്നെ കുറേ പേര് ആൾക്കാർ ഇങ്ങനെ നമുക്ക് കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കാമിന്റെ മെത്തേഡിനെ കുറിച്ചാണ്. ഇവരെങ്ങനെയാണ് നമ്മളെ പെടുത്തുന്നത്, അതിന്റെ ഡീറ്റെയിൽസ് സംഭവമൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ വേറെ കുറേ മെത്തേഡുകൾ നമ്മളിതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസ് കണ്ടു കൊടുത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ആകുമ്പോഴേക്കും ഒന്ന് ഷെയർ ചെയ്ത് ആൾക്കാരൊന്നും മറക്കണം. ഇഷ്ടമുള്ള ആൾക്കാർ ഇതുപോലത്തെ അവയർനെസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പോയി പെടുന്നുണ്ട്. പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ കിടന്ന് മലർത്തി അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ കിട്ടാൻ ഭയങ്കര പാടാണ് ട്രാക്കിങ്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ഫ്രോഡിൽ പെട്ട് കഴിഞ്ഞാൽ തന്നെ അതെന്താ ചെയ്യേണ്ടത്, കറക്റ്റായിട്ട് അപ്പം തന്നെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മളൊരു വീഡിയോ നമ്മൾ 2 ദിവസം മുമ്പ് നമ്മുടെ 2ാം ചാനൽ ഇട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ പോയി കണ്ടു നോക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സ്കാമിനെ കുറിച്ചാണ്. അപ്പോൾ അവരുടെ മെത്തേഡും അവർ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയും സംഭവമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽസും കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എന്നെ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. നമ്മുടെ 3ാമത്തെ ചാനൽ GHH വേൾഡ് കാണാത്തവർ പോയി കണ്ടു നോക്കുക. നമ്മളതിൽ ടെക്നിക്കൽ ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ്, ഗാഡ്ജറ്റ്സ്, കമ്പാരിസൺസും സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യട്ടെ, മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഇവരുടെ ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് സ്കാമിന് നടക്കുന്നതിന് ഇവരുടെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇവർ ആദ്യം തന്നെ നമുക്ക് വാട്സപ്പിൽ ചിലപ്പോൾ ഒരു ദിവസം നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്ത് തുടങ്ങിയ സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്കൊരു വാട്സപ്പ് മെസ്സേജ് വരിക, അല്ലെങ്കിൽ വീട്ടിൽ ചിലപ്പോൾ കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കും വാട്സപ്പിൽ ഒരു മെസ്സേജ് വരിക. നിങ്ങൾക്ക് എന്താ പറയുക, 20%, 15% ഒക്കെ നിങ്ങൾക്ക് റിട്ടേൺ വേണോ, നിങ്ങൾ ജസ്റ്റ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മെസ്സേജ് വരിക. അപ്പോൾ നോർമലി ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരില്ല വേണ്ടോ, വെറുതെ കാശും കാര്യമൊന്നും മുടക്കണ്ടല്ലോ. അപ്പോൾ നോർമലി നമ്മൾ അതിൽ ചേരും. അപ്പോൾ ഇതിലാവുമ്പോൾ അവരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ തന്നെ ഇതിലുണ്ടായിരിക്കും. അവരിങ്ങനെ അവരുടെ അച്ചീവ്മെന്റ്സും അവർ ഈ ഒരു ആപ്പിൽ ഇട്ടതിൻ്റെ എന്താ പറയുക, നമുക്ക് ക്യാഷ് ക്രെഡിറ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ. അപ്പോൾ നമുക്കതായിരിക്കും, നമുക്ക് ഇപ്പോൾ AI ഉപയോഗിച്ചിട്ട് എന്ത് സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് വലിയ സംഭവം ഒന്നല്ല. അപ്പോൾ അതുപോലത്തെ അവരുടെ ബാങ്കിൽ ക്രെഡിറ്റ് വന്ന സ്ക്രീൻഷോട്ടും അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അവരുടെ ഗ്രൂപ്പിൽ ഫുള്ളി ഇവരുടെ ആൾക്കാർ തന്നെ ആയിരിക്കും. അവർ തന്നെ ഇങ്ങനെ അവരുടെ അച്ചീവ്മെന്റ്സ് ഓരോ ആൾക്കാർ യൂസർ പോലെ ഇങ്ങനെ ഇട്ട് പൊന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ ആൾക്കാർ നമ്മൾ നോർമലി ഇപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 20% റിട്ടേൺ കിട്ടും. അവർ പറയുന്ന സ്റ്റോക്കിൽ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം 50% റിട്ടേൺ കിട്ടും. അങ്ങനെയൊക്കെ പതിനാണ് കാണിക്കുക. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ യൂസർ ആവും വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ നോർമൽ കസ്റ്റമർ ആവും വിചാരിച്ചിട്ട് അവരും ഓക്കെ അപ്പോൾ നമുക്ക് ഇടാം. അപ്പോൾ നമുക്ക് അതിൽ നമ്മൾ ആ ഗ്രൂപ്പിൽ അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുമ്പോൾ ഒരാളുടെ പേര് എക്സാം വിചാരിക്കുക. അപ്പോൾ ആൾ എനിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകാനായിട്ട് ആ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അയക്കും. അപ്പോൾ തന്നെ നമുക്ക് വേറെ ഒരു അഡ്മിൻ എന്ന് പറഞ്ഞിട്ട്, ഇവരുടെ അഡ്മിൻ എന്ന് പറഞ്ഞിട്ട്, ഞാൻ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സഹായിക്കാൻ പോകുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും. അവർ പറയും ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിങ്ക് അയച്ചു തരും. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് പ്ലേ സ്റ്റോറിന്റെ ഒരു നോട്ടിഫിക്കേഷനൊക്കെ ഉള്ള ഒരു ആപ്പ്, ഒരു വെബ്സൈറ്റിലേക്ക് പോകുക. അതിന്റെ മുകളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിന്റെ ലിങ്ക് നോക്കി കഴിഞ്ഞാൽ അറിയാതെ ഒറിജിനൽ പ്ലേ സ്റ്റോർ സംഭവമൊന്നുമല്ലാന്ന്. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഉടായ്പിലൊക്കെ പോയി ചാടുന്നുണ്ട്, സുഖമായിട്ട് ആൾക്കാർ പോയി ചാടുന്നുണ്ട്. അപ്പോൾ അത് പ്ലേ സ്റ്റോറൊന്നും ആവില്ല, അങ്ങനെ ചിലപ്പോൾ ഒരു ആപ്പും ഉണ്ടാവില്ല. ഇപ്പോൾ ICICI ബാങ്കിന്റെ എന്താ പറയുക, ഇൻവെസ്റ്റ്മെന്റ് ആപ്പിന്റെ ഡ്യൂപ്ലിക്കേറ്റ്, HDFC ആപ്പിന്റെ ഒക്കെ സ്കൈ എന്നൊക്കെ പേര്, അവരുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്, സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് ആപ്പിന്റെ പേര്. അതിന് പകരം വേറെ വല്ല പേരൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇതിട്ട് വരിക. പ്ലേ സ്റ്റോറിന്റെ ആപ്പ്, പ്ലേ സ്റ്റോറിന്റെ അതേ മോഡൽ കോപ്പി അടിച്ചിട്ട് അവർ നമുക്ക് സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ അവരുടെ ലിങ്ക് നോക്കി ആ വെബ്സൈറ്റിലേക്ക് പോകും. അത് പക്ഷേ പ്ലേ സ്റ്റോറൊന്നും ആവില്ല. പക്ഷെ അതേപോലെ കണ്ട സ്റ്റാർ റേറ്റിംഗ്, റിവ്യൂ, ഇൻസ്റ്റന്റ് ഡൗൺലോഡ് എന്നൊക്കെ പറഞ്ഞ് കാണാം. അതിലൊരു വിറ്റ് എന്താ വെച്ചാൽ ആ പേജിൽ ആ ഡൗൺലോഡ് ബട്ടൺ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, അത് വർക്ക് ചെയ്യുന്നില്ല. നമ്മുടെ ഒറിജിനൽ പ്ലേ സ്റ്റോറിൽ അങ്ങനെയല്ല, നമുക്ക് റിവ്യൂ പോയി വായിക്കാം, അതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെയാണ് കോമഡി. അപ്പോൾ തന്നെ പോയി ചാടും, പോയി ക്ലിക്ക് ചെയ്യും, ലിങ്ക് ആയിരിക്കും, അതൊരു മാൾവെയർ ലിങ്ക് ആയിരിക്കും, പറയാൻ പറ്റില്ല. അതിൽ കൂടെ നമ്മുടെ ഡീറ്റെയിൽസ് സംഭവമൊക്കെ കൊണ്ടായിരിക്കും. എന്ന് വെച്ചാൽ പ്ലേ സ്റ്റോർ ത്രൂ ഒന്നല്ല ഡൗൺലോഡ് ആവുന്നത്, ഡൗൺലോഡ് ചെയ്യും, ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ കാണുമ്പോൾ ഒരു ആപ്പ് പോലെയൊക്കെ തോന്നും, ഒറിജിനൽ നമ്മുടെ എന്താ പറയുക ഇൻവെസ്റ്റ്മെന്റ് ആപ്പ് പോലെയൊക്കെ തോന്നും. അപ്പോൾ മെസ്സേജ് വരും നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ. നിങ്ങൾ ഇപ്പോൾ അതിലെന്താ വിറ്റെന്ന് വെച്ചാൽ, നമുക്ക് നോർമൽ നമ്മുടെ ഇപ്പോൾ ഒഫീഷ്യൽ ആയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബ്രോക്കറിന്റെ ആപ്പുകളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഗ്രോ ഉണ്ട്, ഇൻമണി ഉണ്ട്, സിറോ ഉണ്ട്, അങ്ങനെ കുറെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മളതിൽ ഇനീഷ്യൽ സ്റ്റെപ്പുകൾ സംഭവിക്കാനായിരിക്കും. ഫോൺ നമ്പർ കൊടുത്ത് OTP വരും, അത് കഴിഞ്ഞ് നമുക്ക് പാൻ കാർഡ് കൊടുക്കണം, ആധാർ കാർഡ് കൊടുക്കണം, അതൊക്കെ ഒറിജിനൽ സ്റ്റെപ്പ് പോലെയാണ്. അപ്പോൾ ആൾക്കാർ കൊള്ളാലോ, ഒറിജിനൽ ആണല്ലോ, എല്ലാം കൊടുക്കും, എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. അത് അവരൊക്കെ എത്തുന്നത് അതിന്റെ ശരിക്കും ആപ്പിന്റെ ബാക്കിൽ ജസ്റ്റ് ഒരു ചുമ്മാ ഒരാൾ നിന്നിട്ട് അതൊക്കെ നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ അവരെടുത്ത് അത് മേക്ക് ചെയ്ത് ചുമ്മാ അങ്ങനെ ആഡ് ചെയ്ത് വെക്കണം. അല്ലാണ്ട് അതിൽ ഒന്നും ആവണമെന്നില്ല.
അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും സംഭവം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കാണിക്കും. എന്നിട്ട് അപ്പോൾ തന്നെ മെസ്സേജ് വരും, ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് 50,000 രൂപയാണ്. ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റോ മിനിമം ഇൻവെസ്റ്റ്മെന്റ് സംഭവമൊന്നും ഇല്ല. അപ്പൊ തന്നെ അതൊരു റെഡ് ഫ്ലാഗ് ആണ്. പക്ഷെ ഇതൊന്നും അറിയാത്തവരെ ഇതൊന്നും എന്താ പറയുക, ഇതിനൊക്കെ അവയർനെസ് ഇല്ലാത്തതിന്റെ കുഴപ്പമാണ്. പിന്നെ വേറെ കുറെ സ്കാം നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നടക്കുന്നത്, അത് വഴി ഞാൻ പറയാം. കുറെ കൂതറകളും കുറെ ടെക്കികളും കുറെ എന്താ പറയാ സ്പാർട്ടയോ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇവരൊക്കെ പറയാൻ കേട്ടിട്ട് കുറെ പേര് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ടാ. ഒന്നെങ്കിൽ ഈ ഇതിന്റെ ബേസിസ് ആയിട്ടുള്ള ആൾക്കാരുടെ വീഡിയോസ് കണ്ടിട്ട് മാത്രം ഇതുപോലത്തെ സാധനം എടുക്കുക. അതും അവനോട് റിസർച്ച് ചെയ്തിട്ട് വേണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാം. എല്ലാത്തിലും പൈസ വരുന്ന സംഭവമാണ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ. അതൊക്കെ എനിക്ക് എത്ര ആൾക്കാർ ഇങ്ങനത്തെ ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഏറ്റവും കൂടുതൽ അത് മണ്ടന്മാരാവണതാണോ അതോ അവരെ അന്ധമായി വിശ്വസിച്ചിട്ട് ഇടുന്നതാണോ, എന്നാലും എനിക്കറിയില്ല എന്താ സംഭവം എന്ന്. അപ്പോൾ ഇതെന്താ സംഭവം വെച്ചിട്ട് പിന്നെ നമുക്ക് ഇതുപോലെ ഒരു മിനിമം ഇൻവെസ്റ്റ്മെന്റ് 50,000 ചെയ്യണം. അപ്പോൾ നമ്മൾ എന്നിട്ട് എന്താ ചെയ്യുക, അത് വേറെ വിറ്റ്, അതാണ് വേറെ റെഡ് ഫ്ലാഗ്. 50,000 ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നോർമലി ഇപ്പോൾ എങ്ങനെ ചെയ്യാം, നമ്മുടെ ഇപ്പോൾ ഗ്രോ ആപ്പിലും ഇൻഡോമിനിലൊക്കെ നമ്മൾ അതിൽ തന്നെ ആപ്പിൽ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എമൗണ്ട് എടുക്കും. ഏതാണോ നമ്മൾ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്നത് അതിൽ തന്നെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ വാലറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ഇത് വിറ്റതല്ല. ഇത് ഞാനിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ 2-3 എന്താ പറയുക എൻ്റെ വ്യൂവേഴ്സാണോ സബ്സ്ക്രൈബേഴ്സ് ആണോ അറിയില്ല, നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഇങ്ങനെ മെസ്സേജ് വരുന്നതാണ്. നമ്മൾ മാക്സിമം പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ നമ്മൾ 24 ഹവറിലുള്ള തന്നെ റിപ്ലൈ കൊടുക്കുന്നതാണ് എല്ലാ കമന്റ്സിനും. അപ്പോൾ ഇതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളിപ്പോൾ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ മെസ്സേജ് വരുന്നിട്ട് ഇപ്പോൾ അടുപ്പിച്ചൊരു 5 പേരായി നമുക്ക് മെസ്സേജ് ചെയ്യുന്നു. HDFCയുടെ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഡ്യൂപ്ലിക്കേറ്റ്, അതുപോലെ തന്നെ ICICI ബാങ്കിന്റെ ആപ്പ്, മ്യൂച്വൽ ഫണ്ട് ആപ്പിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞേക്കുന്നതാണ്. എന്നിട്ട് ഇവർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചുകൊടുക്കുന്നത് വേറൊരു ഇൻഡിവിജ്വൽ അക്കൗണ്ട് നമ്പറും വേറെ ഏതോ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പറൊക്കെയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ, HDFC ബാങ്കിന്റെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് നമ്പറൊക്കെ കൊടുക്കുന്നത്. അപ്പൊ തന്നെ റെഡ് ഫ്ലാഗ് ആണ്. അപ്പൊ തന്നെ കത്തിക്കഴിഞ്ഞാൽ ഒരു അറ്റ്ലീസ്റ്റ് കോമൺ സെൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ എന്ന് വെച്ചാൽ HDFC ബാങ്കിന് മ്യൂച്വൽ ഫണ്ട് ഹൗസ് വരെ ഉണ്ട്. അവർക്ക് ഓൺ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഇല്ലാണ്ട് സ്റ്റേറ്റ് ബാങ്കിന്റെ അക്കൗണ്ട് ആണ് അവർക്ക്. അപ്പോൾ അതുപോലെ തന്നെ ഇത് അങ്ങനെ തരിക. അപ്പോൾ അതിലേക്ക് അയച്ചു കൊടുക്കും. ഇവരെന്താ ചെയ്യുക, കാശ് കിട്ടിയോണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ആപ്പിന്റെ ബാക്കിൽ ജസ്റ്റ് ഒരു ചുമ്മാ ആൾ ഇരുന്നിട്ട് ഇത് വെറുതെ അപ്ഡേറ്റ് ചെയ്യുക, നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ 50,000 ഇട്ട് അപ്പോൾ തന്നെ ഇവർ ഇവിടെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആപ്പിൽ 50,000 ക്രെഡിറ്റ് ആയി, കൊള്ളാലോ. അപ്പോൾ എന്നിട്ട് ഇവർ പറയും ഇനി നമുക്ക് ഞാൻ ഒരു ടിപ്സ് പറഞ്ഞുതരാം. ഈ ഒരു ആപ്പ് നിങ്ങൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ 50% ഇൻക്രീസ് റിട്ടേൺ കിട്ടും. അപ്പോൾ നമ്മുടെ എന്താ പറയുക അഡ്മിനാണല്ലോ, അപ്പോൾ അത് കേൾക്കും. പിന്നെയും ഒരു എമൗണ്ട് പറയും, അവർ അതേ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കും. ഇവരെന്താ ചെയ്യുക, കാശ് കിട്ടിയോണ്ട് തന്നെ ആ എമൗണ്ട് ഇവിടെ ക്രെഡിറ്റ് ആക്കും. ഒരു സ്റ്റോക്ക് ഒന്നും കാണിച്ചിട്ട് അവിടെ ക്രെഡിറ്റ് ആക്കും. എല്ലാം എഡിറ്റ് ചെയ്ത് വെറുതെ ഇടാവുണ്ടോ, ബാക്ക് എൻഡിൽ ഇതാ നടക്കുന്നില്ല. ഇത് ആപ്പ് സംഭവം ഒന്നല്ല, ജസ്റ്റ് ചുമ്മാ ആ യൂസർ ഇന്റർഫേസ് മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ബാക്കിൽ ആൾക്കാരൊന്ന് അടിക്കുക. അപ്പോൾ അവിടെ കാണിക്കും. എന്നിട്ട് ഇനി നമുക്ക് നാളെ വന്നാൽ മതി, നിങ്ങൾക്ക് എന്തായാലും 100% 50% കിട്ടിയിരിക്കുന്നു പറഞ്ഞിട്ട് പോവും. നാളെ നോക്കുമ്പോൾ അവരവിടെ ഇൻക്രീസ് ചെയ്ത് കാണിക്കും. നിങ്ങൾക്ക് നോക്കുമ്പോൾ 50% റിട്ടേൺ. അപ്പോൾ അവർ തുള്ളിച്ചാടി നടക്കും. അതേപോലെ അങ്ങനത്തെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ആൾക്കാരെ വിശ്വസിപ്പിക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് പറയും ഇനി വേറൊരു സ്റ്റോക്കിന്റെ കാര്യം പറയും. ഇതിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നാളെ 75% കിട്ടുമെന്ന് പറയും. പിന്നെ ഇടിപ്പിക്കും. എന്നിട്ട് ലാസ്റ്റ് നമ്മളത് വിഡ്രോ ചെയ്യാൻ പോകുമ്പോഴാണ് അതിനായിട്ടും വലിയ വിറ്റ്. വിഡ്രോ ചെയ്യാൻ പോകുമ്പോൾ അവർ പറയും ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിലൊരു എന്താ പറയുക ഈ പ്ലാറ്റ്ഫോം ഫീ ഉണ്ട്, അത് പേ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്ര അധികം കാശ് റിട്ടേൺ കിട്ടിയില്ല, ഇനി അതിനിപ്പോൾ ഗവൺമെന്റിന് ക്യാപിറ്റൽ ടാക്സ് കൊടുക്കണം. ഒരു ക്യാപിറ്റൽ ടാക്സ് ഒക്കെ നമ്മൾ നമ്മുടെ ഒരു ഫൈനൽ ഇയർ കഴിയുമ്പോൾ ടാക്സ് അടയ്ക്കുമ്പോൾ അതിലാണ് അടയ്ക്കുക, അല്ലാണ്ട് ഇവർക്ക് നല്ല അയച്ചു കൊടുക്കുക. എന്താ ചെയ്യാല്ലേ, ഇതിങ്ങനെ രക്ഷില്ലാതെ. ഇതൊക്കെ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ശരിക്കും മനസ്സിലാവുന്നുള്ളൂ. അപ്പോൾ അത് അയച്ചു കൊടുക്കും. പിന്നെ പറയും ഇത് ഓരോന്ന് അയച്ചു കൊടുക്കുമ്പോൾ ഓരോന്ന് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. പ്ലാറ്റ്ഫോം ഫീസ് ആഡ് ചെയ്യും. അത് കഴിഞ്ഞ് പറയും എനിക്ക് കമ്മീഷൻ തന്നില്ലല്ലോ, ഞാൻ അത്ര സഹായിച്ചില്ല റിട്ടേൺ കിട്ടാൻ, കമ്മീഷൻ പറയും. അത് കഴിഞ്ഞ് പറയുമ്പോൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവുന്നത് സ്കാമാണ്, പെട്ടു. അതും ചില്ലറ എമൗണ്ട് ഒന്നല്ല ആൾക്കാരുടെ പോയിക്കണം. എനിക്ക് 2-3 ആഴ്ചയായിട്ട് ഒരു 5-10 ആൾക്കാരുടെ മെസ്സേജ് വരുന്നുണ്ട്. ഒരാൾക്ക് 5 ലക്ഷം, ഒരാൾക്ക് 10 ലക്ഷം, ഒരാൾക്ക് 20 ലക്ഷം, ഒരാൾക്ക് 25 ലക്ഷം. ഇതൊക്കെ നമ്മൾ ഹാർഡ് ഏൺ ചെയ്ത് ഉണ്ടാക്കുന്ന മണിയല്ലേ. അത് എനിക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആക്ച്വലി ഇപ്പോൾ നോർമലി ഇവർ പിന്നെ വേറെ പരിപാടി ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ UPI ട്രാൻസാക്ഷൻ അവർ ചെയ്യിക്കുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ UPI പുതിയ ഒരു സെക്യൂരിറ്റി ഫീച്ചർ വന്നിട്ടുണ്ട്. നമുക്ക് 24 ഹവറിനുള്ളിൽ വേണമെങ്കിൽ UPI ട്രാൻസാക്ഷൻ റിവേഴ്സ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് ഇപ്പോൾ പുതിയ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു UPI ചെയ്യിപ്പിക്കുന്നില്ല. പിന്നെ നമുക്ക് UPI ഒരു ലിമിറ്റും ഉണ്ട്. 1 ലക്ഷമൊക്കെ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇൻഡിവിജ്വൽ അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഇത് IMBS ത്രൂ ആണ് ചെയ്യിപ്പിക്കുന്നത്. അതാണ് വേറെ വിറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ആൾക്കാർ ഇപ്പോൾ എടുത്തുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ സൈബർ പോർട്ടലിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ
സൈബർ ക്രൈം ഓഫീസിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും എന്തെങ്കിലും ശതമാനമുള്ള ക്യാഷ് തിരിച്ചു കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും അറിയാണ്ട് ചുമ്മാ അങ്ങനെ കടന്നിറങ്ങും. പിന്നെയും പോയിട്ട് വേറെ സ്കാമിൽ വിടും. ഇത് എടുത്തരാമെന്ന് ഒരു വേറെ ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ട്. അതാണ് വേറെ വിറ്റ്. എനിക്കിപ്പോൾ 2-3 പേരായി ഈ സ്ഥിരം സാധനം വരുന്നു. എനിക്കിപ്പോൾ 10 ലക്ഷം പോയി, പിന്നെയും വേറെ ആൾക്കാർ കോൺടാക്ട് ചെയ്തിട്ട് 2 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഫുൾ എമൗണ്ട് എടുത്തരാന്ന് പറഞ്ഞിട്ട് വേറെ പിന്നെയും പോയി സ്കാമിൽ വിടുക. ഇതുപോലെ തന്നെ 20 ലക്ഷം പോയ ആൾ ഓൾറെഡി പിന്നെയും ഒരു 5 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ആ ക്യാഷ് ഫുള്ളായിട്ട് എടുത്തരാന്ന് പറഞ്ഞിട്ട് വേറെ ആളെ പിന്നെയും പോയി സ്കാമിൽ വിടുക. പെട്ട ആൾ പിന്നെ പിന്നെയും പെട്ടുകൊണ്ടിരിക്കുക. എനിക്ക് എന്തുകൊണ്ടാ കത്താത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്കൊന്നും ക്യാഷ് ചോദിച്ച് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു കോമൺ സെൻസ് കത്തേണ്ടതാണ്. പക്ഷെ ഇതൊന്നും അവയർനെസ് ആവുന്നില്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെലിഗ്രാം, ഇൻസ്റ്റാഗ്രാം പേജിൽ, അതുപോലെ തന്നെ എന്താ പറയുക, അങ്ങനത്തെ കുറേ യൂട്യൂബർമാരുണ്ട്. 10 വയസ്സ് കീഴില്ലാത്ത യൂട്യൂബർമാരെന്ന് പറയാൻ പറ്റില്ല, ഇൻഫ്ലുവൻസർ എന്ന് വേണമെങ്കിൽ പറയാം. അവർ പറയണത് കേട്ടിട്ട് കുറേ ഇപ്പോൾ ഞാൻ വിട്ടുന്ന എന്താണ് ഒരു തമിഴ് ഒരു ഗേള് ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു സ്കാം നടത്തിയിട്ട് അതിൻ്റെ പേരിൽ കേസൊക്കെ വന്നിട്ടാന്നില്ലേ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇടാറുണ്ട്. നമ്മൾ പിന്നെ സ്പെസിഫിക് ആയിട്ട് പറയാറില്ല മാത്രമേ. നമ്മളിപ്പോൾ ഒരാളെ എന്താ പറയുക ഡിഫെയിം ചെയ്യേണ്ട ആവശ്യം നമുക്കൊന്നുമില്ല. അത് നമുക്ക് അറിയിക്കുക എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. ആൾക്കാരെ അറിയിക്കുക. എന്താ വെച്ചാൽ ഡിഫെയിം ചെയ്യുന്ന ഓൾറെഡി യൂട്യൂബിൻ്റെ പോളിസിക്ക് എഗൻസ്റ്റ് ആവശ്യം അല്ല, എല്ലാം മിക്ക സോഷ്യൽ മീഡിയ പോളിസിക്ക് എഗൻസ്റ്റ്. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയിച്ച് അവയർനെസ് ഉണ്ടാക്കാന്നാണ് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന പരിപാടി. അപ്പോൾ ഇങ്ങനത്തെ അതും പക്ഷേ നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്താലോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇങ്ങനത്തെ ഇപ്പം എന്നെ തന്നെ ചെയ്യണമെന്നില്ല. ഇപ്പം ഇതുപോലെ തന്നെ ഇത് മെയിൻ കമ്പനീസുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെറോദ ആപ്പ്, ഗ്രോ ആപ്പ്, അവരൊക്കെ ഇതുപോലെ അവയർനെസ് ഒക്കെ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ അത്യാവശ്യം അവയർനെസ് കിട്ടും. അതിന് പകരം ചുമ്മാ സീരിയൽ പോലത്തെ അവരപ്പുറത്ത് വീട്ടിലെന്താ നടക്കുന്നത് അങ്ങനെയൊക്കെ കണ്ടിരുന്ന അങ്ങനെയൊക്കെ പണി കിട്ടും. അപ്പൊ അത് വേണ്ടാന്നല്ല നമ്മൾ പറയുന്നത്. ഇപ്പോൾ എന്റർടൈൻമെന്റ് വേണ്ടാണ്ട് ഇത് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ആരും പറഞ്ഞിട്ടില്ല. എല്ലാം വേണമല്ലോ നമുക്ക്. എന്താ വെച്ചാൽ ഈ സാധനം ഇല്ലെങ്കിൽ അപ്പൊ അതിന്റെ പണി അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇത് ഏറ്റവും നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം നമ്മൾ പറയുന്ന പോലെ തന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് പ്രിവെന്റ് ചെയ്യാന്നാണ് ഏറ്റവും വലിയ മെയിൻ പരിപാടി. അപ്പോൾ നമുക്കിത് എങ്ങനെ ഇത് ഫ്രോഡാണെന്ന് എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം അല്ലെങ്കിൽ കണ്ടുപിടിക്കാം ഈസി ആയിട്ട്. ജസ്റ്റ് ഞാൻ കുറച്ച് ഓൾറെഡി മുമ്പ് റെഡ് ഫ്ലാഗുകൾ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ കുറച്ച് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പോയിന്റ്സുകൾ പറയാം. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് അപ്പോൾ തന്നെ തീരുമാനിക്കുക അത് ഫ്രോഡ് പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് റെഡ് ഫ്ലാഗുകൾ പറഞ്ഞുതരാം. ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ് സ്കാമിൽ പെടുന്ന കുറച്ച് റെഡ് ഫ്ലാഗുകൾ. ആദ്യം തന്നെ വാട്സപ്പിൽ റാൻഡം നമ്പർ എന്നായിരിക്കും മെസ്സേജ് വരിക. അത് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് റെഡ് ഫ്ലാഗ് ആണ്. പിന്നെ ലിങ്ക് നിങ്ങൾക്ക് തരും ഡൗൺലോഡ് ചെയ്യാൻ. ആപ്പ് നിങ്ങൾക്ക് ലിങ്ക് നമ്മുടെ ഇങ്ങനത്തെ ഒഫീഷ്യൽ ആപ്പുകളൊക്കെ പ്ലേ സ്റ്റോറിലും നമ്മുടെ ആപ്പിൾ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേക്ക് പ്ലേ സ്റ്റോർ ആയിരിക്കും പോകേണ്ടായിരിക്കും. അത് ചെക്ക് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ചെക്ക് ചെയ്യുക. എപ്പോഴും എല്ലാ സാധനത്തിൻ്റെ ലിങ്ക് ചെക്ക് ചെയ്യുക. ഒറിജിനലാണോ ചെക്ക് ചെയ്യുക. പിന്നെ അതിൽ ചിലപ്പോൾ മാൾവെയർ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ലിങ്ക് അയക്കുന്ന സംഭവത്തിലൊന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത്. അതായത് പ്രത്യേകിച്ച് ആപ്പിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പോൾ മൂവി ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ സ്കാം ലിങ്കുകൾ, മാൾവെയർ ലിങ്കുകൾ എന്ന് വെച്ചാൽ നമ്മൾ അധികം ക്ലിക്ക് ചെയ്യാവുന്ന ലിങ്കുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ പുതിയ സിനിമയുടെ ലിങ്ക് വന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഗ്രൂപ്പിലേക്ക് അയച്ചു തരും. അത് ക്ലിക്ക് ചെയ്താൽ ചിലപ്പോൾ മാൾവെയർ നമ്മുടെ ഫോണിൽ വരും. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് പോകും. പിന്നെ ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പ് എന്ന് പറഞ്ഞ സാധനം അതൊരു ബ്രോക്കറാണ്. അത് സെബി രജിസ്റ്റേർഡ് ആണ്. നമ്മൾ എന്താ പറയുക ലോൺ എടുക്കുമ്പോൾ അത് RBI രജിസ്റ്റേർഡ് ആണോ നോക്കാറില്ല. അതുപോലെ തന്നെ സെബി രജിസ്റ്റേർഡ് ആണോ എന്ന് നോക്കുക. അവരുടെ സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ എല്ലാത്തിൻ്റെ ലിസ്റ്റ് കിട്ടും. അതിൽ പോയി ചെക്ക് ചെയ്യുക ആപ്പ് അങ്ങനെ സംഭവം ഉണ്ടോന്ന്. അല്ലാണ്ട് ചുമ്മാ കണ്ണും തട്ടി ഇവർ പറയണത് കേട്ട് അമർത്തി ഡൗൺലോഡ് ചെയ്ത് കൊടുക്കലല്ല നടക്കേണ്ടത്. പിന്നെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ചോദിക്കുക. അങ്ങനെ ഒരു സംഭവം ഇങ്ങനത്തെ പരിപാടിയിലില്ല. പിന്നെ നമുക്ക് ഇൻഡിവിജ്വൽ അക്കൗണ്ടിലേക്കാണ് ഒരു പൈസ സെൻഡ് ചെയ്യാൻ പറയുന്നത്. അതൊന്നും വാങ്ങാത്തവരെയാണ്. അത് തന്നെ ഒരു റെഡ് ഫ്ലാഗ് ആണ്. വന്നത് ഹൈ റെഡ് ഫ്ലാഗ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ UPI ഉപയോഗിക്കുന്നില്ല, നമുക്ക് IMPS മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമുക്ക് ഓപ്ഷൻസ് ഒന്നും ഇല്ല. നമുക്ക് എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഏത് ട്രാൻസ്ഫർ മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും സ്റ്റോക്ക് ഞാൻ ഗ്രോ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്, ഇൻഡ് മണി ഉപയോഗിക്കുന്നുണ്ട്. ഇതിലൊക്കെ നമ്മൾ ഇപ്പോൾ മെജോറിറ്റി UPI തന്നെ ഉപയോഗിക്കുന്നത്. പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അവർക്ക് അയച്ചു കൊടുക്കാൻ പറയുക വിഡ്രോ ചെയ്യാൻ പറയുമ്പോൾ. അതൊക്കെ ഭയങ്കര വലിയ റെഡ് ഫ്ലാഗുകളാണ്. പിന്നെ ഇപ്പോൾ നടക്കുന്ന വേറെ കുറേ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡുകളാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ത്രൂ പെയ്ഡ് ആഡ് നടത്തിയിട്ട് ഇന്ന സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യൂ 50% അപ്പം തന്നെ റിട്ടേൺ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് 50% റിട്ടേൺ അവരെ കമ്പനിക്കാർ പോലും കൊടുക്കില്ല. പിന്നെ ഈ ഇൻസ്റ്റാഗ്രാം ഇതിൻ്റെ വൺ ഓഫ് ഒരു എന്താ പറയുക ഒരു കൂടാരാണ്, ഫേക്കുകളുടെ കൂടാരാണ് ഇൻസ്റ്റാഗ്രാം. അപ്പോൾ അതിന് എന്തെങ്കിലും സാധനം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് ആലോചിച്ചിട്ട് മാത്രം ക്ലിക്ക് ചെയ്യാതിരിക്കുക. എന്ത് ലോൺ ആയിക്കോട്ടെ, ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, എന്ത് വാങ്ങാത്തല്ലേ. ഇൻസ്റ്റാഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ ഫ്രോഡ് പരിപാടി വരുന്നത്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അവന്മാർക്കാണ് തീരെ ഭയങ്കര കുറവ് ടേംസ് ആൻഡ് കണ്ടീഷൻസും എന്താ പറയുക ഇതുപോലെ റൂൾസും പോളിസിയും സംഭവമൊന്നും ഇല്ലാത്തത്. അപ്പോൾ പിന്നെ എപ്പോഴും പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പിൾ സ്റ്റോറിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യുക ആപ്പുകളൊക്കെ. അതുപോലെ തന്നെ അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഒരു പുതിയതായിട്ട് കേൾക്കുന്ന ഒരു ആപ്പ് ആണെങ്കിൽ അതിൻ്റെ
ഗൂഗിളിൽ പോയിട്ട് അതിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അത് രജിസ്റ്റേർഡ് ആണോ സെബി രജിസ്റ്റേർഡ് ആണോ സംഭവമൊക്കെ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ അത് CDCL എന്നോ അല്ലെങ്കിൽ NSDL എന്നോ നിങ്ങൾക്കൊരു ഇമെയിൽ നോട്ടിഫിക്കേഷനൊക്കെ വരും. നിങ്ങൾ ഇതുപോലെ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പക്ഷേ നോർമലി ഇങ്ങനത്തെ മെസ്സേജുകളൊന്നും ഡൗൺലോഡ് ചെയ്ത് വെക്കാറില്ല. അപ്പോൾ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത് വളരെ പതിവ്. ഇപ്പം ഞാനൊരു IPO ഇപ്പോൾ ഓറിയന്റ് ടെക്നോളജീസിന് ഒരു IPO വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താ പറയുക, ഞാൻ അപ്ലൈ ചെയ്യാനുള്ള റിക്വസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് NSCL സൈഡിൽ നിന്ന് വന്നേക്കുന്ന ഒരു മെയിലാണ് കണ്ടോ. ഇങ്ങനെ ഒരു മെയില് നമ്മളിത് ക്യാഷ് പേ ചെയ്യുമ്പോൾ സംഭവമൊക്കെ വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുകയാണ്. അതൊക്കെയാണ് കുറച്ച് പോയിന്റ്സുകൾ. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ അത് കറക്റ്റാണോ സംഭവം ഒന്ന് കോമൺ സെൻസ് കൊണ്ട് ആലോചിച്ച് നോക്കിയാൽ തന്നെ അത് മാക്സിമം സോൾവ് ആവും. പിന്നെ അല്ലെങ്കിൽ അത്ര അധികം അറിവൊന്നും ഇല്ലാത്തവരായിരിക്കണം. എനിക്ക് തോന്നുന്നില്ല അത്ര അറിവൊന്നും ഇല്ലാത്ത ആൾക്കാർ നമ്മുടെ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയധികം സാക്ഷരത ഡിഗ്രി സംഭവങ്ങളൊക്കെ ഉള്ള ആൾക്കാരല്ലേ. അപ്പോൾ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ് ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക. ചാടി കയറി 50,000 ഇപ്പോൾ തന്നെ കിട്ടുന്നു പറഞ്ഞിട്ട് ചാടി കയറി ഗ്രീഡ് കൊണ്ട് ചെയ്യാണ്ടിരിക്കുക. ഒന്ന് ആലോചിക്കുക, നമ്മൾ ഈ 50,000 ഉണ്ടാക്കാൻ എത്ര നേരം പണിയെടുത്തിട്ടായിരിക്കും അത് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അതൊന്നും ആലോചിച്ചിട്ട് മാത്രം ഇങ്ങനത്തെ ചാടൽ പോയി ചാടുക കേട്ടോ, മറക്കണ്ട. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഞാൻ എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതാണ്. എല്ലാ ചാനലിലും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതാണ്. നമ്മളതിന് കാഷും ചാർജും സംഭവമൊന്നും ചെയ്യാറൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലൈവ് വരുമ്പോഴും അതിൽ നമ്മൾ എല്ലാ കമൻസിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയിക്കേണ്ടത് അതുപോലെ തന്നെ പ്രൊഫഷണൽസിനോടോ അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇപ്പോൾ ഫൈനാൻഷ്യൽ പ്രൊഫഷണൽസിനെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഫഷണൽസിനൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സുഖമായിട്ട് കിട്ടും. ഡോക്ടറെ കിട്ടുന്ന പോലെ തന്നെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ സംഭവമൊക്കെ ക്ലാരിറ്റി ചെയ്ത് വെച്ചിട്ട് മാത്രം നിങ്ങളുടെ മണി ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരിക്കലും ഒരാൾ പറഞ്ഞു കേട്ടിട്ട് ചാടിക്കയറി പോയി ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. എപ്പോഴും ഡു യുവർ റിസർച്ച് ആൻഡ് ദെൻ ഇൻവെസ്റ്റ്. അതാണ് നമുക്ക് എപ്പോഴും പറയാനുള്ളത്. നമ്മുടെ ഡിസ്ക്ലൈമറിൽ തന്നെ നമ്മളത് കൊടുക്കാറുള്ളതാണ്. എന്താ വെച്ചാൽ സെബി റൂളാണ് അതൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാത്തവർ സന്ദർശിച്ചു നോക്കുക. jnj.banksupport.in ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസൊക്കെ അപ്ലൈ ചെയ്യാൻ വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. എല്ലാം നമ്മുടെ RBI രജിസ്റ്റേർഡ് ആപ്പുകളും അതുപോലെ തന്നെ ലോൺ ആപ്പുകളും ക്രെഡിറ്റ് കാർഡുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ മറക്കണ്ട, ZApp-ൻ്റെയാണ് നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ ഉള്ള ആപ്പാണ് ZApp. അപ്പോൾ അതിൻ്റെ ലിങ്കുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അടുത്ത് കാണാം.